ഹലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതാണ് തഴുതാമ. ഇത് തോരൻ വയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഞാനിന്ന് ഇതാണ് ഉച്ചക്കത്തെ തോരനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, നിങ്ങളൊക്കെ വെച്ചിട്ടും ഉണ്ടായിരിക്കും. ഇതിങ്ങനെ ഒടിച്ചെടുത്ത് നമുക്ക് നന്നായി കഴുകിയെടുത്ത് ഉപയോഗിക്കാം. അപ്പം തഴുതാമേനെ നന്നായി കഴുകിയെടുത്ത് നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇപ്പം ഇതിൻ്റെ മണ്ട ഇങ്ങനെ എടുത്ത് നമുക്ക് അരിയാം. മണ്ട ഇങ്ങനെ ഈ തണ്ടൊക്കെ മൂത്താണ്, തണ്ട ഇടാൻ കൊള്ളത്തില്ല. അപ്പം നമുക്ക് ഇതിങ്ങനെ ഇല ഊരിയെടുത്ത് അരിയാം. നമുക്കിത് അരിഞ്ഞെടുക്കാം. തഴുതാമയിലെല്ലാം ഞാൻ അരിഞ്ഞെടുത്തു. അതിനകത്തോട്ട് ഞാൻ ഒരു സവാളയും 2 പച്ചമുളക് അരിഞ്ഞിട്ടു. ഇനി ഇതിനുള്ള അരപ്പ് ശരിയാക്കിയിട്ടൊക്കെ നമുക്ക് നമ്മുടെ തോരന് വേണ്ടിയപ്പം തേങ്ങ ചിരണ്ടിയത്, 1 പച്ചമുളക്, 2 പച്ചമുളക് അതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുകൊണ്ട് 1 പച്ചമുളക്, 4 ചുള വെളുത്തുള്ളി, ശകലം മഞ്ഞപ്പൊടിയും ഇടാം. മഞ്ഞപ്പൊടിയും ഇട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പം തോരൻ്റെ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുത്തു. ഇപ്പം സ്റ്റവ് കത്തിച്ചാൽ പാനെടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടുന്നത് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിട്ടോ. അങ്ങനെ നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്ന് നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. കൂടുതൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് ഇടുക. കൂടെ തന്നെ തേങ്ങ ആവശ്യം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുക. നമുക്കൊന്ന് ഇളക്കി അടച്ച് വയ്ക്കാം. തഴുതാമയിൽ ഞാൻ സ്വല്പം കട്ടിയുള്ളതില്ല, അതുകൊണ്ട് നമുക്ക് ജാറ് കഴുകി സ്വല്പം വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. വെന്ത് വരുന്ന വരെ അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ തോരനൊന്ന് ഇളക്കി അടച്ച് വയ്ക്കാം. നമുക്ക് ഇലയല്ലേ പെട്ടെന്ന് വേകും, എന്നാലൊന്ന് ഇളക്കി അടച്ച് ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ തോരൻ എന്തായാലും നമുക്ക് നോക്കാം. വെന്ത് വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇച്ചിരി വെള്ളം വലിയാൻ വേണ്ടി വെള്ളം ഒന്ന് തോർന്ന് വരാൻ വേണ്ടി ചേർന്ന് നേരത്തെ ഇട്ട് കൊടുക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ തഴുതാമയുടെ തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ തഴുതാമ വീടുള്ളവരൊക്കെ ഒന്ന് വെച്ച് നോക്കണേ.